ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെയധികം സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ കാനഡയിൽ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരണേ. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുൻപ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങൾക്കൊരു ഫെയർവെല്ലൊക്കെ തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് വിശേഷങ്ങൾ അതല്ലാതെയുള്ള കുറച്ച് അല്ലറ ചില്ലറ വിശേഷങ്ങൾ എല്ലാം കൂടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ. കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോവാം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഒരു ഷോപ്പിങ്ങിന് പോകുന്നതാണ്. കാരണം ഞങ്ങൾ പോകുന്നതിന് മുൻപ് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് ടോയ്സ് വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ മിക്മാക് മാൾ വരെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങളുടെ കൂടെ ഇന്ന് ശബരി ഉണ്ട്. ശബരിയും ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇന്ന് ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നത്. ശബരിക്ക് വേറൊരു സ്ഥലം കൂടി പോകാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മിക്മാക് മാൾ പോയി വരുമ്പോഴേക്കും അവൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് കയറിയത് ഡെക്കത്തലോണിലാണ്. എന്തെങ്കിലുമൊക്കെ പുതിയത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണമല്ലോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ H&Mലേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു. മീഴിക്കുട്ടി ഒരു ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവൾക്കത് വേണം എന്ന് ഒരേ വാശി. അവൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ പോകുന്നതെങ്കിലും അവളത് കരസ്ഥമാക്കി. ഫുള്ള് ഹാലോവിൻ്റെ ഡെക്കറേഷൻ സാധനങ്ങളാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ടോയ്സ് എടുക്കുന്നതായിരുന്നു കേട്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടാസ്ക്. അവർക്ക് ഏത് ഇഷ്ടമാവും എന്നൊക്കെ ഇരുന്ന് ആലോചിച്ച് ഞങ്ങൾ മണിക്കൂറുകൾ എടുത്തിട്ടാണ് ടോയ്സ് വാങ്ങിയത്. മാക്മോളിൽ നിന്ന് ഇറങ്ങി ഈ ടോയ്സ് ഡ്രസ്സിക്ക് വേണ്ടി പോവുകയാണ്. ഇനി ഇവിടെയും കൂടി ഒന്ന് വന്ന് നോക്കിയില്ല എന്നുള്ള സങ്കടം പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഇവിടെയും വന്ന് നോക്കി. പക്ഷെ മീഴ്ക്കുട്ടിയാണ് കേട്ടോ പെട്ടത്. ഈ ടോയ്സ് കണ്ടിട്ട് അന്തം വിട്ടിരിക്കണം അല്ലേ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഉണ്ണി ഓൾറെഡി വാങ്ങും ചെയ്തു. ആകെ പെട്ടു. ഉണ്ണിക്ക് 3 ടോയ്സ്. ഹാപ്പി? മിഴിക്ക് ഞങ്ങൾക്ക് വാങ്ങാനേ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവസാനം അവൾക്ക് 3 സാധനങ്ങളായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. വന്ന ഉടനെ തന്നെ അവൾക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് കാണണം. ഞങ്ങൾ കുറേ പറഞ്ഞു നോക്കി. നമ്മൾ എന്തായാലും പോവുകയാണ്, അവിടെ പോയിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളത്. പക്ഷെ അവൾക്കത് കാണാണ്ട് ഇന്ന് ഉറക്കം വരില്ല എന്ന് തോന്നുന്നു. അവസാനം പ്രജേട്ടൻ അതിന് വഴങ്ങി അവൾക്ക് ചെയ്തു കൊടുക്കുകയാണ്. ഇത് അതുപോലെ സെറ്റ് ചെയ്തെടുക്കാം നമുക്ക്. We have this black toy. We in the screen in the. This is the remote. Okay. This car. ശരി, ഓപ്പൺ ചെയ്യാം. Yeah. ആ ഒരു കാറ് ശബരി വാങ്ങിക്കൊടുത്താണ് മിഴിക്ക്. അതിനുശേഷം ഞങ്ങൾ അന്ന് ഈവനിങ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. ഞങ്ങൾ 3 പേരും മാത്രമല്ല, ജെനിഫറിൻ്റെ ഫാമിലി എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ല പൊറാട്ടയൊക്കെ കിട്ടും. ഞങ്ങളുടെ നെയ്ബേഴ്സിൻ്റെ കടയെന്നൊക്കെ പറയാം. അപ്പോൾ അറിയുന്നവരുടെ കട തന്നെയാണ്. അതാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. ഇതാ പ്രജേട്ടൻ്റെ മട്ടൻ കറി ദോശ. അവരുടെ ആളുകൾ
അവിടെ വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്നു. കയ്യിലിനെ ഭയങ്കര ഇഷ്ടമാണ് മിഴിക്ക്. രണ്ടാളും കൂടിയും കളിക്കാറുണ്ട്. അപ്പോൾ അവർ രണ്ടാളും കൂടി ഇതാ സ്നേഹപ്രകടനമായിരുന്നു ഇവിടെ. അവിടെ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ചൈനീസ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഈയിടെ കണ്ടുപിടിച്ച ഒന്നാണ് കേട്ടോ അത്. അടിപൊളി കടയാണ്. ഞാനവിടെ ഒരു സാധനം കണ്ടിട്ട് ഓടിപ്പോവാണ്. എന്താ സാധനം എന്നല്ലേ? ചക്ക. ചക്കയുടെ നല്ല മണം അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു വലിയ ചക്കയൊന്നും നമുക്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യാനുള്ള ടൈമില്ല. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല. നല്ല മണം ഉണ്ടായിരുന്നു. ചക്ക കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുക. അവിടെ നമ്മുടെ ഫേമസ് ആയ ഡുറിയാനും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് പരീക്ഷിക്കാനൊന്നും വയ്യ. അതുകൊണ്ട് അതും വാങ്ങാൻ നിന്നില്ല. നമ്മളെല്ലാം പാക്ക് ചെയ്യണം അല്ലേ ഉണ്ണി? അമ്മയും ഉണ്ണിയും എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? മൂന്നാളും റെഡിയായി അല്ലേ? ഇന്ന് എല്ലാവരും കൂടിയുള്ള ഇവിടത്തെ ലാസ്റ്റ് ദിവസം. ജയനുണ്ണി വന്നപ്പം ഞെട്ടി. We will miss you. Best of luck. A great life. രേഖ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് മട്ടൻ ബിരിയാണി, ബഹാര റൈസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ഏതെങ്കിലും ഒന്നെന്ന് പറഞ്ഞിട്ട് അല്ലേ പ്രജേട്ടാ? What are you doing, Unni? Okay. ഉണ്ണി വേഗം ചെയ്യാൻ. ഉണ്ണി കുറെ ടൈം എടുക്കുന്നു മേരം കംപ്ലൈന്റ് പറയുന്നു. ഓക്കെ. ഹലോ. ഫുള്ളല്ലേ തുറന്നു കാണിക്കട്ടോ ഓരോത് വീഡിയോ എടുക്ക. ഞാൻ അനൂസ് Anu's chicken. Can I open? I'm just putting it. Yeah, for sure. Oh, try. I haven't. Okay. So now decorate. I love to do. He's gone to get the sauces for these. Not my special. ഇത് മാത്രമല്ല ഫ്രിഡ്ജിൽ നല്ല മാംഗോ ലെസ് ഇരിക്കുന്നുണ്ട്. അടിപൊളി ഫുഡായിരുന്നു. രേഖയായിരുന്നു ബിരിയാണിയും ബഹാര റൈസും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കിയത്. വേറെ ലെവലായിരുന്നു. സ്വീറ്റ് ഉണ്ടാക്കിയത് നമ്മുടെ അനു ആയിരുന്നു. അങ്ങനെ ഒരു അടിപൊളി ഫെയർവെൽ തന്നെയാണ് ഇവർ ഞങ്ങൾക്ക് തന്നതെന്ന് പറയാം. ഭയങ്കര ഒരു ഇമോഷണൽ ഡേ ആയിരുന്നു അന്നത്തെ ദിവസം.
guest. Chief guest. Good job. And Samarveer did this video. Yeah, and then he did something else. I think he helped me with Amrit. What is that? Surprise is that? എപ്പോഴോ ചെയ്തതാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം എഴുന്നേക്കാൻ പറ്റാതെ ഇരിക്കുന്ന എന്നെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എനിക്ക് എഴുന്നേക്കാൻ കൂടി വയ്ക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ 2 ഗ്ലാസ് ലസ്സി കൂടി കുടിച്ചു എന്നുള്ളതാണ് വാസ്തവം. എന്ത് കൗസ് റൈറ്റ് കൗസ് It's like a coffee, no? താങ്ക് യു പ്രജേട്ടാ. Anu's dish. Not my dish. And Samarveer did the rose petals. നമ്മുടെ ഇന്ത്യൻ സ്റ്റോർ ഷാഹി for Shahi people. How is it? Oh my God! ആരോട് പോയി? എവിടെ പോയി? Amma, you count Nara. അല്ല എന്തിനാ അവിടെ പോയി ഒന്നും കിട്ടൂല. Okay. Sleeping game is the perfect game. Let's see who can snore loudest. Then wash your hands. അടുത്തതായിട്ട് പ്രജേട്ടൻ്റെ ഒരു പ്രസംഗം തന്നെയായിരുന്നു. ഞങ്ങൾ വന്നത് മുതൽ ഞങ്ങളുടെ എക്സ്പീരിയൻസും പിന്നെ നമ്മളെ ഓരോരുത്തരെയും പരിചയപ്പെട്ട കഥകളൊക്കെ ഞങ്ങൾ ഓരോന്നായിട്ട് പറയായിരുന്നു. Okay, so yeah, so meeting Sabari for the first time, and it's like really, I mean, I didn't have any friends here because my brother stayed here for a week and then he left. After that, it was Sabari, and through this Facebook marketplace only I met him. നമ്മൾ ഇവരെ അവിടെ മീറ്റ് ചെയ്തില്ല. അത് ഇവരെ മീറ്റ് ചെയ്യുന്നതിന് ശേഷമല്ലേ അവരെ മീറ്റ് ചെയ്യുന്നത്? അല്ലല്ല, ഫസ്റ്റ് ഇവരെ നമ്മൾ മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മള് നവംബറിൽ ഇവന്റെ ബർത്ത്ഡേ സമ്മറിന്റെ ബർത്ത്ഡേക്ക് പോയി. July. You came in June, we came in July. അത് കഴിഞ്ഞിട്ട് സമ്മറിന്റെ ബർത്ത്ഡേക്ക് പോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ Oh, sorry, I shifted the timeline. എവിടെ ഉണ്ണി? So for your kind words and for the speech, this is what we can offer you. Should I search something inside that? I know, man. What do you people think? See, gift is there in that. So whatever is there, it's for you. And you should not ask anything. I know it's very light, so you are trying to prank. No prank. Gift is there. Gift is gift. Inside that. Yeah, gift is inside. Definitely it's there. I can easily guess. It's gift. ഞാൻ എല്ലാം വോയിസ് ഓവർ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് ചിലതൊന്നും വോയിസ് ഓവർ കൊടുക്കാൻ തോന്നിയില്ല. കാരണം ആ ഒരു ഓർമ്മകൾ എന്നും എൻ്റെ കൂടെ വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ. You want to hold it? Yeah. We will bring that. No opening. You have to open. You just No. uncle. We thought of actually. We have it. Come here. So whatever is there, that is your gift. Don't ask us anything more. Okay? So you should follow the instructions now. Treasure hunter. You follow.
ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെല്ലാം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. മീൻകുട്ടിക്കായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അവൾക്ക് ഭയങ്കര ത്രില്ലിലായിരുന്നു അവൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കണേ. ആയിട്ടില്ല. കുട്ടികൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ, അവർക്ക് എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. Who knows? We cannot confirm. കാനഡയിൽ ഞങ്ങളുടെ ഒരു കൊച്ചു ഫാമിലി തന്നെയാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവരൊക്കെ വിട്ടു പോകാമെന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരെയും ഞങ്ങളിപ്പോൾ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്, അവർ ഞങ്ങളെയും മിസ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമോഷണലായ ഒരു വീഡിയോ തന്നെയായിരിക്കും. അതുവരേക്കും ബായ്.